സർ, ഈ കേരള കോൺഗ്രസ് എം ഞങ്ങളുടെ കൂടെ, അതായത് UDFന്റെ കൂടെ ഉണ്ടാകുമെന്ന വിസ്മയം, വി.ഡി. സതീശൻ പറഞ്ഞ ആ വിസ്മയം ഇപ്പോൾ നടക്കാതെ പോയിരിക്കുകയാണ്. എന്നാലും അവർക്ക് പ്രതീക്ഷയുണ്ട്, മാണി സാറിൻ്റെ മകൻ ഞങ്ങളെ കൈവിടില്ല. അപ്പോൾ സാർ, നമുക്ക് ചിന്തിക്കാമോ സാർ, മാണി സാറിൻ്റെ മകൻ LDFനെ വഞ്ചിച്ചിട്ട് UDFിലേക്ക് പോകുമെന്ന്? കാര്യം ഇതുവരെ കൊണ്ടുവന്ന് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുക. എന്താണ് ആ രാഷ്ട്രീയം എന്നുള്ളത് ഒന്ന് പറയോ സാർ, എന്താണ് ഇങ്ങനെ? അതായത് ജോസ് കെ മാണിക്ക് അന്ത്യശാസനം നൽകിയത് ശരിക്കും പറഞ്ഞാൽ കത്തോലിക്ക സഭയാണ്. ഏതാണ്ട് 3 സഭകൾ കൃത്യമായിട്ട് ജോസിനോട് പറഞ്ഞു, ജോസെ നീ നിർത്തിക്കുമെന്ന് എനിക്ക് പറ്റിയ പണിയല്ലേ, നീ UDFന്റെ കൂടെ ചേര് എന്ന് പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിനനുസരിച്ചുള്ള നീക്കങ്ങളാണ് നടക്കുകയും ആ നീക്കങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വിസ്മയങ്ങൾ ഉണ്ടാവും എന്ന് പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തത്. അങ്ങനെ അതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ സ്വാഭാവികമായിട്ടും മാത്രമല്ല, ജോസ് കെ മാണിക്ക് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന് ശേഷം ആ റിസൾട്ടുകളൊക്കെ അദ്ദേഹത്തിന് അസ്വസ്ഥമാക്കിയ ഒരു കാര്യമാണ്. പാല നിയോജക മണ്ഡലത്തിൽ ഇപ്പോഴും LDF ജയിച്ചിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. പക്ഷേ അവിടെ മാണി സി കാപ്പൻ എന്ന് പറയുന്ന ഒരു ടവർ നിൽക്കുന്നതിൻ്റെ പേരിൽ അവിടെ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കില്ലെന്ന് അയാൾ പറഞ്ഞു. അല്ല പറട്ടെ, UDFിലേക്ക് വന്നാലും മത്സരിപ്പിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ UDFിലല്ലാതെ മത്സരിക്കാൻ മാത്രമാണ് പാലയ്ക്ക് ഒരു ഓപ്ഷനുള്ളൂ. ഇപ്പോൾ ജോസിൻ്റെ മുന്നിൽ പാലയിൽ മത്സരിക്കണം എന്ന് വിചാരിച്ചാൽ അയാളോ അയാളുടെ പ്രതിനിധിയോ അവിടെ മത്സരിക്കണമെങ്കിൽ UDFിൽ പറ്റില്ല എന്നുള്ള കാര്യം കാപ്പൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കടക്കുക എന്ന് പറയുന്നതിൽ അദ്ദേഹത്തിന് താല്പര്യമില്ല. ആകെ ഉള്ളത് ഈ പാല എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ വത്തിക്കാൻ. മനസ്സിലായി? അപ്പോൾ കേരള കോൺഗ്രസ് മാണിയുടെ വത്തിക്കാൻ എന്ന് പറയുന്ന സ്ഥലത്ത് മത്സരിക്കാനായിട്ട് ഒരു സാധ്യതയും ഇല്ലാത്തൊരു മുന്നണിയിലേക്ക് പോകണോ വേണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ അവിടെ ഉയരുന്നുണ്ട് ഒരു വയസ്സ്. അങ്ങനെ ഇയാൾ ശരിക്കും പറഞ്ഞ ഒരു ഡയലമയിലാണ്. വേണോ വേണ്ടോ എന്ന് തീരുമാനം എടുക്കാൻ പറ്റാതിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് കൃത്യമായിട്ട് പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ഒരു ഓപ്പറേഷൻ നടത്തുകയാണ്. അദ്ദേഹം റോഷി അഗസ്റ്റിനെ വിളിക്കുന്നു, റോഷി അഗസ്റ്റിനുമായിട്ട് സംസാരിക്കുന്നു. റോഷി അഗസ്റ്റിൻ എങ്ങനെ മന്ത്രിയായി? LDF ആണ് അതിന് മുൻകൈ എടുത്തിരുന്നത്. അങ്ങനെ അദ്ദേഹത്തെ മന്ത്രിയാക്കുകയും കൊണ്ടു നടക്കുകയും ഇനിയും ജയിച്ചാൽ മന്ത്രിയാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. ആ ഉറപ്പ് UDFിലേക്ക് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിൻ അടക്കമുള്ള സംഘം കൂടി മുഴുവൻ പോയാൽ റോഷി അഗസ്റ്റിന് കിട്ടില്ല. LDF കൊടുക്കുന്ന ഈ പരിഗണനയ്ക്ക് അവിടെ ഉണ്ടാവില്ല. അവിടെ പരിഗണന കൊടുക്കുന്ന ജോസ് കെ മാണിക്ക് തന്നെയായിരിക്കും. പക്ഷെ ജോസ് കെ മാണിക്ക് പാലയിൽ മത്സരിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രശ്നം അവിടെ കാപ്പൻ ഉയർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത്ര എളുപ്പത്തിൽ അതിനകത്ത് പോകുന്നതിൽ താല്പര്യം ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ LDF എടുത്തൊരു നിലപാടെന്താണെന്ന് വെച്ചാൽ റോഷി അഗസ്റ്റിൻ്റെ കൂടെ നിൽക്കുന്നതായിട്ടുള്ള MLA-മാർ രണ്ടുപേരുണ്ട്. ജയരായ് ആദ്യം അങ്ങനത്തെ ഒരു നിലപാടല്ലെങ്കിലും പിന്നീട് ജയരായ് കൃത്യമായിട്ട് അതിനകത്ത് വന്നു. പിന്നെ പ്രമോദ് നാരായണൻ അല്ലേ, ഇവർ 3 പേരും ഉറച്ച തീരുമാനമെടുത്തു. അവർ തീരുമാനമെടുക്കുന്നതിന് അവരെ ബാധിച്ചതും അവർ പുറത്തു പറഞ്ഞതായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം സാർ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു ധാർമ്മികതയുടെ പ്രശ്നമാണ്. അവർ ഓരോ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടുന്ന ഒരു പാർട്ടിയെ ജനങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ജനങ്ങൾക്ക് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചാടുന്നത് ശരിയല്ല എന്ന് പറയുമ്പോൾ അതിനെ എതിർക്കാനായിട്ട് ജോസ് കെ മാണിക്ക് പറ്റാത്തൊരു സാഹചര്യം അങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു. 2, ഈ 3 പേരും പാറ പോലെ ഉറച്ച് LDFിനൊപ്പം നിൽക്കാനായിട്ട് തീരുമാനിക്കുന്നു. അപ്പോൾ ജോസ് കെ മാണിക്ക് UDFിലേക്ക് പോകണമെങ്കിൽ അദ്ദേഹത്തിനൊപ്പമുള്ള ആ 2 ആൾക്കാരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എന്നുവെച്ചാൽ അനിവാര്യമായൊരു പിളർപ്പിലേക്ക് കേരള കോൺഗ്രസ് പോകും എന്നുള്ളത് ഉറപ്പായ സാഹചര്യത്തിലാണ് ഈ കൂറുമാറ്റം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മുന്നണി മാറ്റം എന്ന് പറയുന്ന വിസ്മയം അത് കെട്ടുപോയി. അതിൻ്റെ കാരണം ഇതാണ്, ആ വിസ്മയം നടക്കാതെ പോയി എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോഴും UDF ക്യാമ്പുകൾ പ്രത്യാശയോടും പ്രതീക്ഷയോടും കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ജോസ് കെ മാണി വരുന്നത് എന്തിനാണ് അവരങ്ങനെ കാത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കിടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്, കോൺഗ്രസിനോടോ അല്ലെങ്കിൽ UDFിനോടോ ജനങ്ങൾക്ക് വലിയ ആഭിമുഖ്യമൊന്നുമില്ല. പക്ഷേ ജനങ്ങൾക്ക് കടുത്ത എതിർപ്പ് LDFിനോടാണ്. അതുകൊണ്ട് LDF ഒരിക്കലും വരണ്ട എന്ന നിലപാടെടുത്തിട്ടാണ് അവർ ജയിച്ചിരിക്കുന്നത്. ഇത് തിരിച്ചറിയാനുള്ള ബുദ്ധിയും വിവേകവും അവർക്കില്ല എങ്കിൽ ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല. അല്ല സാർ, ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ മാണി കോൺഗ്രസ് ഇപ്പോൾ ഇവിടേക്ക് വരികയാണ്, UDFിലേക്ക് വരികയാണെങ്കിൽ ഒരു സംഘടന സെറ്റപ്പ് പോലെ, കാര്യം UDFിൽ ഇപ്പോൾ ആകെ കറക്റ്റായിട്ട് പോകുന്ന ലീഗ് മാത്രമേ ഉള്ളെന്ന് തോന്നുന്നു. ലീഗിന് മാത്രമേ ഉറച്ച സീറ്റുള്ളൂ. ഇപ്പോൾ കോൺഗ്രസ് തന്നെ ഇപ്പോഴും അവരുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒന്നും ആയിട്ടില്ല.
പിന്നെ ഇപ്പോൾ അവർക്ക് കുനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ ഈ യുവ നേതാവിൻ്റെ വിഷയവും കൂടെ വന്നിട്ടുണ്ട്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ അവരുടെ ഒരു പ്രതീക്ഷയ്ക്ക് ഒരു ചെറിയ മങ്ങലേറ്റിട്ടില്ലേ? അല്ല, ഈ ഇലക്ഷൻ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വീണ്ടും കാര്യങ്ങൾക്ക് മാറ്റം വരാം. 3 മാസത്തിനകത്ത് 3 മാസം ഇനി 60 ദിവസമുണ്ട്. ശബരിമല എന്ന് പറയുന്നത് പതുക്കെ പതുക്കെ ന്യൂട്രലൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. കാരണം ശബരിമലയിൽ ഏതാണ്ട് പ്രധാനപ്പെട്ട എല്ലാ CPM നേതാക്കളും ജയിലിനകത്തായി. തീർച്ചയായിട്ടും ഇനി ജയിലിലേക്ക് പോകുന്ന ആളുകൾ ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ കോൺഗ്രസ്സുകാരെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും കാരണം അന്വേഷണം KC ഹൈക്കോടതി വേണുഗോപാൽ പോലെ. കടുപ്പിച്ച് കഴിഞ്ഞു. പറഞ്ഞു എന്ത് ചെയ്യണം, 1998 മുതൽ അന്വേഷിക്കാനുള്ളത് അല്ലേ. അതെ. അങ്ങോട്ട് അന്വേഷണം പോയി കഴിഞ്ഞാൽ പല കോൺഗ്രസ്സുകാരും ഇതേപോലെ, ശിവകുമാർ അതായത് ശബരിമലയിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കൊള്ളയാണ്. തീർച്ചയായിട്ടും പാർട്ടി പകൽക്കൊള്ള അല്ലേ സർ? പാർട്ടി പകൽക്കൊള്ള. പാർട്ടി ഏതായാലും ഒരു തീരുമാനമിടയുള്ളൂ, കട്ട് തിന്നും. അങ്ങനെ കട്ട് തിന്നുന്ന ആളുകൾ മുഴുവനും ജയിലിൽ പോകേണ്ട സ്ഥിതി ഈ ഇടതുപക്ഷ സർക്കാർ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ഇടതുപക്ഷക്കാരും പോകുന്നു, വലതുപക്ഷക്കാരും പോകുന്നു. അങ്ങനെ മൊത്തം എല്ലാ ആളുകളും ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം വരുമ്പോൾ ഈ ശബരിമല CPMന് മാത്രം എതിരായ ഒരു വിഷയമല്ലാതായി മാറുകയാണ്. അത് CPMനെതിരാണ്, കോൺഗ്രസിനെതിരാണ്, അതേപോലെ BJPക്ക് എതിരാണ്. കാരണം എന്താ, BJP പോയി ഈ ഒടുക്കത്തെ കള്ളനായിട്ടുള്ള തന്ത്രിയെ സംരക്ഷിക്കാനായിട്ടുള്ള ശ്രമം നടത്തും. കട്ടവനെയൊക്കെ സംരക്ഷിക്കാൻ നടക്കുന്ന ആൾക്കാർ തൊലഞ്ഞു പോകും. തീർച്ചയായിട്ടും അവിടെ BJP നിശബ്ദമാക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ആവശ്യമില്ലാത്ത കാര്യമാണ്. പിന്നെ ഞാൻ പറയുന്നത് അമ്പലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ ആളുകൾ, പള്ളി, ആരാധനാലയം, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കൊള്ളസംഘം ഉണ്ട്. എല്ലാ മതത്തിലും ഉണ്ട്. അവര് കട്ട് തിന്നും, ഭക്തിയുടെ പേരിലാണ് എന്ന് പറയും. മറ്റിടത്ത് കട്ട് തിന്നും രാഷ്ട്രീയത്തിൻ്റെ പേരിലാണ്. കട്ട് തീറ്റ ഒരു പ്രധാന കലയായി മാറിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇതാണ് പ്രശ്നം. സാർ, ഒരു കാര്യം കൂടെ, അപ്പോൾ സാറ് പറഞ്ഞല്ലോ ഈ പറയുന്ന പോലെ ഈ കട്ട് തിന്നവരൊക്കെ തന്നെ പിന്നെ CPMകാരും അതായത് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത്. അപ്പോൾ സാർ അവർ മറുപടി പറയും, ഞങ്ങൾ ഭരിക്കുന്നത് കൊണ്ടാണ് ഞങ്ങളുടെ പാർട്ടിയിലെ ആൾ കട്ടിട്ട് പോലും ഞങ്ങൾ ജയിലിൽ പിടിച്ചിട്ടത്. കോൺഗ്രസ് ആണെങ്കിൽ ഇവിടെ അത് ചെയ്യുമോ? അതുകൂടെ പറഞ്ഞിട്ട് അത് ആ ഒരു സ്റ്റാൻഡ് ജനങ്ങളുടെ ഇടയിൽ പറയുമ്പോൾ ജനങ്ങൾ അതിനെ ഏത് രീതിയിൽ കാണും? അല്ല, ശരിയാണ്. ഇതിനകത്ത് ന്യായീകരിക്കാൻ ഇവർ പോയിരുന്നെങ്കിൽ, ഈ BJPക്കും CPMനും തമ്മിലുള്ള ഒരു ചെറിയ വ്യത്യാസം ഞാൻ അവിടെ കണ്ടത്, പത്മകുമാർ അവരുടെ ജില്ലാ കമ്മിറ്റി മെമ്പർ, തീർച്ചയായിട്ടും അവരുടെ മുൻ MLA ആയിരുന്നു. അതെ. ഇയാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ CPM അനങ്ങാതിരിക്കുകയാണ് ചെയ്തത്. അതെ, അതാണ് പാർട്ടിയുടെ ഒരു ശരിക്കും വേണമെങ്കിൽ ചെയ്യാമെന്ന് പുറത്താക്കൽ കൂടി ചെയ്യാമായിരുന്നു. പക്ഷേ അയാളുടെ വീട്ടിലൊന്നും അവർ പോയില്ല. അയാളെ സംരക്ഷിക്കാൻ നടന്നില്ല. കാരണം അങ്ങനെ സംരക്ഷിക്കാൻ ഒരു പ്രാവശ്യം കയറിയാൽ പിന്നീട് കേരളത്തിൽ പാർട്ടി ഉണ്ടാവില്ലെന്ന് അവർക്ക് മനസ്സിലായി. അതാണ് അഴിമതിക്കാരെ സംരക്ഷിക്കാൻ നടന്ന രക്ഷപ്പെടില്ല. ഇവിടെയാണ് BJP തെറ്റിയത്. BJP വിശ്വാസത്തിന്റെ പുറത്ത് തന്ത്രി സംരക്ഷിക്കാൻ പോയി, വാചസ്പതി വീട്ടിൽ പോയി. അതെ. അപ്പൊ അത് ആവശ്യമില്ലാത്ത കാര്യമാണെന്ന് പിന്നീട് BJPക്കാർക്ക് മനസ്സിലായി. BJP തിരുത്തിന്നിക്കുവാണ് പിന്നീട്. എന്നുവെച്ചാൽ അത് വേണ്ട, ആ പണി വേണ്ട എന്നുള്ള രീതിയിൽ അവർ മാറി. കാരണം കട്ടവന് ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല. അവർക്കൊക്കെ എടുക്കാവുന്ന ഒറ്റ നിലപാട് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന് മാത്രമാണ്. ഇവൻ കട്ടങ്ങ കൊണ്ടുപോയി ജയിലിലിട്ടെ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അങ്ങനത്തെ നിലപാടെടുത്താലാണ് ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് അവർ പ്രസംഗിക്കുമ്പോൾ സാർ നമുക്കിനി മനസ്സിലാക്കാൻ കഴിയും. നേതാക്കൾ പറയുന്നത് ഇടതുപക്ഷം ഭരിച്ചത് കൊണ്ടാണ് ഈ പറയുന്ന പോലെ തന്ത്രിയെ പിടിച്ചത്. അവർ ആ ഒരു CPM ഭരണത്തിൻ്റെ നേട്ടം അന്നും ഇന്നും കണ്ണു അടച്ചുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് CPM മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ സാർ, ഇതിൽ നമുക്ക് ഈ പറയുന്ന പോലെ എന്തായാലും ഇനി വരുന്ന അങ്ങോട്ടുള്ള ഓരോ രാഷ്ട്രീയ നീക്കവും ഒരു വേള ചിലപ്പോൾ മാണി കോൺഗ്രസ് ഇത് ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ എത്ര കണ്ട് ഫലിക്കുമെന്നൊക്കെ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. കാര്യം അല്ലേ സാർ? അതെ, ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ തന്നെയാണ് പ്രധാനപ്പെട്ടത്. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആ ട്രെൻഡ് അങ്ങനെ തന്നെ തുടരുന്നുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇല്ല, അങ്ങനെയില്ല എന്നാണ് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത്. അതെ, ശബരിമലയും അതേപോലെ തന്നെ അത് ഒരിടത്തേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, അത് പലയിടത്തേക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. CPMന് അതിനകത്തുണ്ടായ വലിയ നഷ്ടം എന്ന് പറയുന്നത് CPMന്റെ നേതാക്കൾ കള്ളന്മാരാണ് എന്ന് വന്നു, ഒരു മുദ്രകുത്തലുണ്ടായി എന്ന് വന്നു എന്നുള്ള അവർക്ക് ഭയങ്കര ക്ഷീണമാണ്. കോൺഗ്രസ്സുകാർ അങ്ങനെ കള്ളന്മാരാണെങ്കിലും കുഴപ്പമില്ല എന്നുള്ള നിലക്കാണ് അവരെടുക്കുന്നത്. മനസ്സിലായി. BJPക്കാർ ആവശ്യമില്ലാതെ കയറി തൂങ്ങി അവരും കുഴപ്പത്തിലായി എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ശബരിമല വലിയ ശക്തമായിട്ടുള്ള രീതിയിൽ CPMനെതിരായിട്ടുള്ള ഒരു കൊടുങ്കാറ്റായി മാറുന്ന ഒരു സ്ഥിതി മാറിയിട്ടുണ്ട്. അത് എല്ലായിടത്തേക്കും ഇങ്ങനെ കുറേ സ്പ്രെഡ് ചെയ്ത് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക്. ഇനിയും അതിൽ അവരെടുക്കുന്ന നിലപാട് തന്നെയാണ് പ്രധാനപ്പെട്ടത്. അതായത് കടകംപള്ളി വരെയും ചിലപ്പോൾ ജയിലിലാക്കപ്പെടും. അറിയാൻ പറ്റില്ല. അപ്പോഴും എടുക്കാവുന്ന നിലപാടെന്ന് പറഞ്ഞാൽ അയാളെ ജയിലിൽ അടക്കണം എന്ന് അവർ പറയണം.
അങ്ങനത്തെ ഒരു സ്റ്റാൻഡാണ് അവരെടുക്കുന്നതെങ്കിൽ അവർക്ക് വലിയ പരിക്കില്ലാതെ ഒന്നും രക്ഷപ്പെടാൻ പറ്റില്ല അതിനകത്ത്. പരിക്കുണ്ടായി കഴിഞ്ഞു. ആ പരിക്കെന്ന് അല്ല, പറഞ്ഞാൽ എന്നാലും അവരുടെ സാറ് പറഞ്ഞ പോലെ നേതൃത്വം അപകടത്തിലായി കഴിഞ്ഞു. അതെ, അല്ല സാറ് പറഞ്ഞതുപോലെ ഈ പോറ്റിയെ കേറ്റിയെ പാട്ടിലൂടെ കോൺഗ്രസ് വിചാരിച്ചു ഇനി അങ്ങോട്ടുള്ള സർവ്വകള്ളവും, കാര്യം ഇവർ ഒരിക്കലും കരുതുന്നില്ല കെ.സി. വേണുഗോപാൽ ഇരുന്നത് പോലുള്ള അന്വേഷണം പോകുമെന്ന്, അല്ലേ? ഏതായാലും നമുക്ക് അല്ല, ഇപ്പോൾ അന്വേഷണം വളരെ സ്ട്രോങ് ആയിട്ട് പോകാനല്ലേ. അതെ, അത് പക്ഷെ ഒരു എവിടം വരെ പോകുമെന്നും എത്രത്തോളം ആവുമെന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഒരു കാര്യം സാധാരണക്കാർക്ക് മനസ്സിലായി, ഈ അമ്പലം ഭരിക്കാനൊക്കെ കയറുന്ന ആളുകൾ അതെ. പഴയ കാലത്ത് പോലെ അമ്പലവാസികളൊക്കെ കട്ടുപിടിക്കുമെന്ന് കുഞ്ഞൊന്നും പേര് പറഞ്ഞ ഇവന്മാരൊക്കെ കട്ട് തന്നെയാണ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിന് ഒരു തടയിടാൻ, അതായത് ശരിക്കും ശബരിമലയിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്രമാത്രമാണ് വരുമാനമുള്ളത്. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതെന്താണ്, ഈ കാണിക്കയിലിട്ടിരിക്കുന്ന വിദേശ കറൻസി വായിൽ വെച്ച് വിഴുങ്ങി പോകാൻ പറ്റിയ ഉദ്യോഗസ്ഥർ, കളവ് അങ്ങനെ സ്ഥിരമായി ഇത്രമാത്രം പ്രശ്നങ്ങൾ പുറത്തുണ്ടായിട്ടും ഈ നമ്മളും പറയാനുള്ള ഭാഷ അവർക്കത് കട്ടുണ്ടു പോകുന്നതിൽ ഒരു മടിയും തോന്നിയില്ല എന്നാണ്. ഇത്രമാത്രം പ്രശ്നം നടക്കുകയാണ്, കോലാഹലമാണ്, ബഹളമാണ്, എന്നിട്ടാവും വായിൽ വെച്ചും അതേപോലെ വയറ്റിൽ വെച്ചും ഒക്കെ അവിടുത്തെ പണം അടിച്ചിടാനായിട്ട് ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ എന്ത് സൈസ് കക്ഷികളാണ്. അതാണ് പ്രശ്നം. ഇല്ല സാർ, ഒന്നുകൂടെ പറയാം, ഈ നാണയം അവിടെ ഈ നടയിലിടുന്ന നാണയം ഉണ്ടല്ലോ, അതിങ്ങനെ ഇങ്ങനെ ഇടുന്നുണ്ട്, അതിനിടയ്ക്ക് ഈ ഒരു കൈ കൊണ്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് അവൻ്റെതൊക്കെ മാറ്റും. അതൊക്കെ ഇനിയിപ്പോൾ വലിയ പരിശോധന, കോടതി ഇനി അതിനൊക്കെ സാർ ഇതൊക്കെ എന്നേ ചെയ്യേണ്ടതെന്നറിയോ, ഇതൊക്കെ കണ്ണടച്ചില്ല. ഏതായാലും നമുക്ക് നോക്കാം, ഈ പറയുന്ന കേരള കോൺഗ്രസിൻ്റെ UDF-ലേക്കുള്ള ചാട്ടം അതവരെ കാത്തിരിക്കുകയാണ്. അവസാന മണിക്കൂർ അല്ലെങ്കിൽ അവസാന ദിവസങ്ങളിൽ പൊതുവിൽ ഇപ്പോൾ അങ്ങനെ മാറാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ മാറിക്കൂടായികയില്ല, അതിനുള്ള സമയമുണ്ട്. ഉണ്ട്.